ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നിൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായാലും നീ ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കണമെന്ന്. അതിൻ്റെ ഒരേ ഒരു കാരണം ഞാനിപ്പോൾ വെളിപ്പെടുത്താട്ടോ. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയുണ്ട്, എത്രയും തെള്ള മാതാവ് എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ഏത് പ്രതിസന്ധിയിലും നമ്മളെ മുന്നോട്ട് പോകാൻ നയിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. 2018 പ്രളയത്തിന് ശേഷം 2019 എൻ്റെ മോളുടെ കുർബാനക്കൊള്ളപ്പാട്. അതും ഈ വാടക വീട്ടിലെ ഹസ്ബൻഡ് വഴക്കേട്ടിരിക്കുന്ന സമയമാണെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 ദിവസമെങ്കിലും എന്നെയെന്ന് വിചാരിച്ചപ്പോൾ 1 മാസമായിട്ട് പുള്ളിക്കാരനെ ഇവിടെ വീട് പെയിൻറ്റ് ചെയ്യാൻ എല്ലാത്തിനും എൻ്റെ കൂടെ, ഞങ്ങളുടെ ഓണറിൻ്റെ കൂടെയൊക്കെ നല്ല സ്നേഹമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്ത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഇത് എൻ്റെ അനിയത്തി സിസ്റ്ററാണ് നെട്ടൂര്. അപ്പോൾ അവിടെ നെട്ടൂര് മഠത്തിൽ വിളിച്ചപ്പോൾ നെട്ടൂരത്തെ സിസ്റ്റർമാർ എനിക്ക് ഗിഫ്റ്റ് തന്ന രൂപമാണിത്. ആ 2018 ഏപ്രിൽ മുതൽ എല്ലാ ദിവസവും ഞാൻ ഈ മാതാവിന് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചേക്കണേട്ട ഗായ്സ്. എനിക്ക് അവിടെ രൂപമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ മാതാവിനോട് എന്തെങ്കിലുമൊക്കെ പാട്ട് പാടണം, സംസാരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ പരിശുദ്ധമ്മയോടാണ് പറയണത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേനും വേണ്ട ഞാൻ മാതാവിനെ തിരി കത്തിക്കോട്ടെ. പിന്നെ ഒക്ടോബർ 1 തീയതിയാണ്. ഈ ഒരു 30 ദിവസം നമ്മൾ മാതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പിന്നെ തിരിയൊക്കെ എനിക്ക് മാതാവിന് എല്ലാ ദിവസവും തിരി കത്തിക്കണം ഗായ്സ്. അപ്പം നമ്മുടെ നമ്മൾ സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയ സമയത്തും ഞാൻ തവിട് ഓയിലും പാം ഓയിലും വെച്ചൊക്കെയാണ് കറി വെക്കണത്. എന്നാലും ഞാൻ ഈ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത് വെളിച്ചെണ്ണ ഒഴിച്ചാണ്. അന്ന് മുതൽ ഇന്ന് വരെ കറി വെച്ചില്ലെങ്കിലും മാതാവിന് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ ദിവസവും തിരിയിടും. അതാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം തരാനോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നാണ്, മോനെ എപ്പോഴും നമ്മൾ മാതാവിനെ കൈവിടരുത്, പരിശുദ്ധ അമ്മനെ എപ്പോഴും മുറുകി പിടിച്ചോളണം. എത്രയും നല്ല മാതാവ് ജപം ചെല്ലുമ്പോൾ ലോകത്തിലൊരുവനെപ്പോലും നീ ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്നൊരു വചന ഭാഗം ആ പ്രാർത്ഥനയുടെ ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, ഒരുത്തനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കില്ല. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ജോലി സംബന്ധമായ ടെൻഷൻസ് വരുമ്പോഴും ഒക്കെ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിക്കണ ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പറമ്പ് മൊത്തം നോക്കലാണ്. അവിടെ വൃക്ഷങ്ങൾ നാട്ടിൽ ചെടി കെട്ടൽ പുല്ലുപറിക്കൽ എല്ലാം ഉണ്ട്. അതൊരു അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ നോക്കുമ്പോൾ പുല്ലുകെട്ടലും ചെടി നനക്കലൊക്കെ ആണെങ്കിലും അല്ലാതെ കുറേ കമ്പനിയുടേതായ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനും ടെൻഷൻസൊക്കെ വരും. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പണ്ട് ചെയ്തിരുന്ന വേറൊരു അമേരിക്കൻ കമ്പനിയുടെ ആൾക്കാരുടെ സ്ഥലത്തിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നടക്കണതാണ്. ഇപ്പം അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചി വയ്യാണ്ടായി. ഇപ്പം ആ ബാധ്യത കൂടി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പം അതിൻ്റെ ഓരോ തിരക്കിലാണ്. അവർ വലിയ കാട്ടൊരു പ്രോപ്പർട്ടിയാണ്. അതപ്പോൾ അതൊക്കെ അളക്കൽ, തിരിക്കൽ, ഓരോരുത്തർക്ക് ഷെയർ വെക്കൽ, അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആ ഓണർ വിളിക്കുന്നത് നമ്മളെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഓടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആഴ്ചയൊക്കെ വയ്യായിരുന്നു. എന്നാലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് കിട്ടുന്ന ഇച്ചിരി സമയം എൻ്റെ വീട്ടിൽ തന്നെ സൗകര്യമല്ല, എവിടെയെങ്കിലും പോയിട്ട് ഒരു വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ സബ്സ്ക്രൈബറിനൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും എനിക്കെപ്പോഴും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മാതാവിനോടാണ് കേട്ടോ. ഇപ്പം മോള് വിഷമിപ്പിച്ചാലും ഭർത്താവ് വിഷമിപ്പിച്ചാലും ഇപ്പോൾ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മുഷിഞ്ഞ് പറയേണ്ടി വരുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് സങ്കടമാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും മാതാവിനോടാണ് എന്ന് പറയണത്. അപ്പോൾ ഈ ഒക്ടോബർ മാസം 1 തീയതി നമുക്ക് ഇന്ന് മുതൽ
നമ്മുടെ ഈ 30 ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ ഈശോ നമുക്ക് തന്നത് ആരാണ്? ഈശോ കുരിശിൽ കിടന്ന് മരിക്കാൻ നേരത്തെ നമുക്ക് തന്നത് നമ്മുടെ മാതാവിനെയാണ്, അമ്മയായിട്ട് സ്വന്തമായിട്ട് എടുത്തോ എന്ന് പറയണത്. അപ്പോൾ അമ്മ പറയണത് എന്താണ്? അവൻ പറയണ പോലെ കേൾക്കാനായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനയക്കുമെന്ന്. ആരാണ് സഹായം? പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും മാതാവ് പരിശുദ്ധാത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവ് ഈശോയോട് പറയും, ഈശോ സ്വർഗസ്നായ പിതാവിനോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടണത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരു നിമിഷം വേണമെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകാം. നമ്മളുടെ ആയുസ് എത്രയാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഒരു ക്രിസ്ത്യാനികൾക്ക്, വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിനെ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്ത് കാണുന്ന ജീവിതം കൂടാതെ നമുക്ക് വേറൊരു ജീവിതമുണ്ട്. നമ്മുടെ ഒരു നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവുമൊത്ത്, സ്വർഗസ്നായ പിതാവുമൊത്ത് നമുക്ക് സ്വർഗം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. സ്വർഗത്തിൽ നമ്മൾക്കൊരു നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്ന വിശ്വാസമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മുടെ ഈ നിത്യജീവനും നമ്മുടെ മരണാന്തര ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഗായ്സ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോക ജീവിതം കൂടാതെ ഒരു നിത്യജീവനുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾക്കും അതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ ആ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. കാരണം നമ്മൾ ഈ ലോകത്ത് ഒന്നിലും നമ്മുടെ മനസ്സോ കണ്ണോ ഉടക്കരുത്. നമ്മളുടെ കണ്ണും മനസ്സും എപ്പോഴും സ്വർഗമായിരിക്കണം. സ്വർഗത്തിനെ ലക്ഷ്യമിട്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ബൈ.